പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ല ഭംഗിയായിട്ട് ബെഡ് എങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്നുള്ളതാണ്. നമ്മൾ എത്ര കണ്ട് പെർഫെക്റ്റായിട്ട് ബെഡ് വിരിച്ചു കഴിഞ്ഞാലും ഒരിക്കൽ കിടന്നു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ കുട്ടികളൊന്ന് കയറിക്കഴിഞ്ഞാൽ ആകെ ചുളുങ്ങി പോകാറുണ്ടല്ലോ. എന്നാൽ ഞാൻ ചെയ്യുന്ന ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാലും ആ ബെഡ് ചുളുങ്ങാതെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഈ ഒരു ബെഡാണ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ മാറ്റി വിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഞാൻ ചെയ്യുന്ന കുഞ്ഞു ടിപ്പ് നിങ്ങൾ കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് ബെഡൊക്കെ ഒന്ന് നന്നായിട്ട് തട്ടിക്കളയണം. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ബെഡൊക്കെ നന്നായി തട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ അധികം കട്ടിയില്ലാത്ത ഒരു ബ്ലാങ്കറ്റാണ് നമുക്ക് വേണ്ടത്. പുതക്കാനൊക്കെ നമ്മൾ എടുക്കുന്ന നല്ല കോട്ടൺ ടൈപ്പിലുള്ള ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ, അതെടുക്കുക. ഇതുപോലുള്ള ബ്ലാങ്കറ്റ് ഇല്ലെങ്കിൽ കോട്ടൻ്റെ ബെഡ്ഷീറ്റ് എടുത്താലും മതിയാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബെഡിലോട്ട് ഈ ഒരു ബ്ലാങ്കറ്റ് ഒന്ന് വിരിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ബ്ലാങ്കറ്റ് ആണെങ്കിൽ നമ്മൾ എത്ര ദിവസം കിടന്നു കഴിഞ്ഞാലും ബെഡ്ഷീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നീങ്ങുക പോലും ചെയ്യില്ല. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഇതില്ലാന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ ബെഡ്ഷീറ്റ് എടുത്താലും മതിയാവും. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് വിരിച്ചു കൊടുക്കണം. ഇത് വിരിക്കുന്ന സമയത്ത് നമ്മൾ സൈഡ് ഭാഗമൊക്കെ അകത്തോട്ട് കയറ്റിയിട്ട് വേണം വിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബ്ലാങ്കറ്റ് ഞാനിവിടെ വിരിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ തൂങ്ങിക്കിടക്കുന്ന ഈ ഭാഗമൊക്കെ നമുക്ക് ബെഡിൻ്റെ അടിയിലോട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം. ഈ ഒരു ബെഡിൻ്റെ 4 ഭാഗവും ഇതുപോലെ ബ്ലാങ്കറ്റ് നന്നായിട്ട് അടിയിലോട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലാങ്കറ്റ് സൈഡിലോട്ട് എല്ലാ ഭാഗവും ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല നീറ്റായിട്ടുണ്ട് ബെഡ് കാണാൻ. അതിന് ശേഷമാണ് നമുക്കിതിൻ്റെ മുകളിലോട്ട് ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെയാണ് സാധാരണയായിട്ട് ഈ ഒരു ബെഡ് ഞാൻ വിരിക്കുന്നത്. ഇങ്ങനെ വിരിച്ച് കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞാലും ഈ ഒരു ബെഡ്ഷീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നീങ്ങുക പോലും ചെയ്യില്ല. കുട്ടികളൊക്കെ എത്ര തലകുത്തി മറിഞ്ഞാലും ഇതേപോലെ തന്നെ ഉണ്ടാവും. ജസ്റ്റ് നമ്മളൊന്ന് കൈവച്ചിട്ട് ഒന്ന് നീറ്റാക്കി കൊടുത്താൽ മാത്രം മതിയാവും. അല്ലാതെ ബെഡ്ഷീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിപ്പോവുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ വിരിച്ചിട്ടുണ്ട്. ഈ ഒരു ബെഡ് നമ്മൾ ചുമരിനോട് അടുപ്പിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചുമരിനോട് അടുത്ത് വരുന്ന 2 ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് ബെഡ്ഷീറ്റിൽ ഞാൻ ചെറുതായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് മതി കേട്ടോ. ആ ഒരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ആ ഭാഗം വരുന്ന ബെഡിൻ്റെ അടിയിലോട്ട് ഈ ഒരു കെട്ടിട്ട ഭാഗം ഞാനൊന്ന് തിരുകി വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ഉള്ളിലോട്ട് ഒന്ന് കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കെട്ടിടാതെ നമുക്ക് താഴ്ത്തിയിടാനും പറ്റും. പക്ഷേ ഇത് ചുമരിനോട് അടുത്ത ഭാഗമായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഭാഗം അകത്തോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബെഡിൻ്റെ കാലിൻ്റെ ഭാഗം വരുന്ന ആ സ്ഥലമുണ്ടല്ലോ, ആ ഒരു ഭാഗവും ഞാൻ ഇതുപോലെ തന്നെ ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് ബെഡിനടിയിലോട്ട് ബെഡ്ഷീറ്റ് ഒന്ന് തിരികെ വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് 4 ഭാഗവും ഇതുപോലെ അകത്തോട്ട് തിരികെ വെക്കുന്നെങ്കിൽ അങ്ങനെയും വെക്കാം. പക്ഷേ ഞാൻ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ഭാഗത്ത് തിരികെ വെക്കാറില്ല. ബെഡ്ഷീറ്റ് താഴ്ത്തിയിടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഭാഗം ബെഡ്ഷീറ്റ് ഞാൻ ഇതുപോലെ താഴ്ത്തിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബെഡ് ഞാനിവിടെ നല്ല നീറ്റായിട്ട് തന്നെ വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പില്ലോ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ സാധാരണയായിട്ട് ബെഡ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ എത്ര തലകുത്തി മറിഞ്ഞാലും ഈ ഒരു ബെഡ്ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവില്ല. ഇനി ഈ ഒരു പില്ലോയുടെ മുകളിലായിട്ട് ഞാനൊരു ടർക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുളിച്ച് കഴിഞ്ഞാലൊക്കെ ബെഡിലോട്ട് കിടക്കുന്ന സമയത്ത് ഈ ഒരു പില്ലോയിൽ ഓയിലൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ അത് മുഷിഞ്ഞു പോകാറുണ്ട്. പില്ലോ കവർ പെട്ടെന്ന് തന്നെ മുഷിഞ്ഞു പോകാറുണ്ടല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ടർക്കി വിരിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്.
അങ്ങനെ നമ്മുടെ ബെഡ്ഷീറ്റ് നന്നായിട്ട് തന്നെ ഞാൻ ഓർഗനൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.